സ്വകാര്യമായിട്ട് വീടുകളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിർത്തലാക്കേണ്ടതുണ്ട്. അവർ ചെയ്യേണ്ട സേവനം മെഡിക്കൽ കോളേജിലാണ്. അത് കിട്ടാതെ രോഗികൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥ നിലവിലുണ്ടാകുന്നുണ്ട്. സർക്കാരിനോട് 50,000 രൂപക്കെടുത്ത് വാങ്ങുകയും എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ തിരിച്ചടയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സമൂഹത്തിലെ ആളുകളോട് പണം പിടുങ്ങുന്ന ഓപ്പറേഷന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പണം വാങ്ങുന്ന അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ ഒരു ശക്തമായ നിയമ നീക്കം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും അധ്യാപകരും സ്വന്തം വീട്ടിൽ പോലും പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. ഇങ്ങനെ ഇരിക്കെ ചട്ടമെല്ലാം മറികടന്നുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലാണ് വിജിലൻസിനടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം നൌഷാദ് തെക്കയിലുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് നീങ്ങാനിടയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി ഡോക്ടർമാർ നമ്മുടെ സർക്കാരിൻ്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും ഉപയോഗിച്ച് പഠിച്ച് പാസ്സായി മെഡിക്കൽ കോളേജിൽ വന്ന ആളുകൾ അവർ സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യമായിട്ട് വീടുകളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിർത്തലാക്കേണ്ടതുണ്ട്. അവർ ചെയ്യേണ്ട സേവനം മെഡിക്കൽ കോളേജിലാണ്. അത് കിട്ടാതെ രോഗികൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥ നിലവിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. നിരവധി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 200-ലധികം ഡോക്ടർമാർ നോൺ പ്രാക്ടീസ് അലവൻസ് സർക്കാരിനോട് 50,000 രൂപക്കെടുത്ത് വാങ്ങുകയും എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ തിരിച്ചടയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇത് നല്ല ഡോക്ടർമാർക്കെതിരെ ഉള്ള ഒരു പ്രവർത്തനമല്ല. തികച്ചും മോശമായി സമൂഹത്തിൽ മോശം മെസ്സേജ് നൽകുന്ന, സമൂഹത്തിലെ ആളുകളോട് പണം പിടുങ്ങുന്ന, ഓപ്പറേഷന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പണം വാങ്ങുന്ന അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ ഒരു ശക്തമായ നിയമ നീക്കം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പരാതി നൽകിയതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ട്? നടപടികൾ ഡയറക്ടർ ഈ വിഷയത്തിൽ ഇടപെടും എന്ന വിജിലൻസ് ഡയറക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നതാണ് മനസ്സിലാക്കുന്നത്. ഡയറക്ടറെ അടുത്താണ് ഇപ്പോൾ ആ ഫയൽ ഉള്ളത്. അത് നീങ്ങിയാൽ ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി തവണ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടും അവർ എങ്ങും തൊടാതെ ഒരു ഉത്തരവും ഒക്കെ ആയിട്ട് നിലനിൽക്കുകയാണ്. അവർ വേണ്ടതായ രീതിയിലുള്ള ഒരു നടപടികൾ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ആളുകൾ ഇപ്പോഴും പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് കൂടി ചെയ്യുന്നത്. ഡോക്ടറുടെ ചിത്രമടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരസ്യം പുറത്തു വരുന്നതോടുകൂടിയാണ് ഈ വിഷയം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംബന്ധിച്ചാണ് നൌഷാദ് തെക്കയിൽ പരാതി നൽകുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഡോക്ടറുടെ മാത്രം വിഷയമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള നിരവധി ഡോക്ടർമാരുണ്ട് സർക്കാരിൽ നിന്ന് നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങിക്കുകയും അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സർക്കാർ ഇവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമയത്താണ് കൂടിയ ഫീസ് വാങ്ങി ചികിത്സ നൽകുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ ഇത്തരം ഡോക്ടർമാരുടെ സേവനം അവർ നൽകുന്നത് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ആ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം ദീർഘകാല അവധിക്ക്, ശമ്പളമില്ലാതെയുള്ള ദീർഘകാല അവധിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. എന്നാൽ ആ അപേക്ഷ നിരസിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അപേക്ഷ നൽകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായുള്ള പരസ്യങ്ങൾ ആശുപത്രിയുടെ മറ്റു വെബ്സൈറ്റിലും മറ്റു പരസ്യങ്ങളും മറ്റും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ പരാതിയിലേക്ക് നയിച്ചത്. എന്ത് തന്നെയാലും ഇപ്പോൾ അവധി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ഡോക്ടർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജോലി രാജിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്ത് തന്നെയാലും ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം സാധാരണക്കാരായ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിത്തരത്തിൽ സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ പ്രാക്ടീസ് നടത്തുന്നത് അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.